ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സോഷ്യോളജിയുടെ ഫോക്കസ് ഏരിയ റിവിഷൻ ചാപ്റ്റർ 9 ഇൻട്രൊഡ്യൂസിംഗ് വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ്, പാശ്ചാത്യ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരെ പരിചയപ്പെടുത്തൽ. ഈ ലെസണിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഫോക്കസ് പോയിൻ്റ് ഏരിയ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഭാഗങ്ങളാണ്. 19th century is known as the age of revolutions. 19ാം നൂറ്റാണ്ട് അറിയപ്പെടുന്നത് വിപ്ലവങ്ങളുടെ യുഗം എന്നാണ്. കാരണം അക്കാലത്താണ് പ്രധാന 3 വിപ്ലവങ്ങളുണ്ടായത്. ആ വിപ്ലവങ്ങളുടെ വരവോടെയാണ് വിപ്ലവങ്ങളാണ് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായത്. 3 revolutions led to the emergence of sociology. അപ്പോൾ എമർജൻസ് ഓഫ് സോഷ്യോളജിക്ക് കാരണമായ 3 വിപ്ലവങ്ങൾ ഏതാണ് എന്ന് ചോദിക്കാം. അപ്പോൾ 3 revolution that led to the emergence of sociology, what are they എന്ന് ചോദിക്കാം. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറയേണ്ടതാണ് 3 വിപ്ലവങ്ങളാണ് ദ എൻലൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രബുദ്ധത, അല്ലെങ്കിൽ നമുക്ക് അതിനെ മറ്റൊരു റെവല്യൂഷൻ പേര് കൊടുത്ത് സയൻറ്റിഫിക് റെവല്യൂഷൻ എന്ന് പറയാം. ശാസ്ത്ര വിപ്ലവം, അതായത് ശാസ്ത്രരംഗത്ത് പെട്ടെന്നുണ്ടായ മാറ്റത്തെയാണ് ശാസ്ത്ര വിപ്ലവം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഫ്രഞ്ച് വിപ്ലവം, ഫ്രഞ്ച് റെവല്യൂഷൻ. മൂന്നാമത്തത് വ്യാവസായിക വിപ്ലവം, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഈ 3 വിപ്ലവങ്ങളുടെ ഒരു അനന്തരഫലമാണ് സാമൂഹ്യശാസ്ത്രം എന്ന അല്ലെങ്കിൽ സോഷ്യോളജി എന്ന ഒരു ശാസ്ത്രത്തിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഉത്ഭവം. സോ സോഷ്യോളജി ഈസ് ഓഫൺ നോൺ ആസ് ദ ചൈൽഡ് ഓഫ് റെവല്യൂഷൻസ്. ഈ വിപ്ലവങ്ങളുടെ ശിശു എന്നാണ് സോഷ്യോളജി എന്ന സബ്ജക്റ്റിനെ അറിയപ്പെടുന്നത്. ഇനി എന്താണ് പ്രബുദ്ധത അല്ലെങ്കിൽ എൻലൈറ്റ്മെൻറ്റ്? എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ജ്ഞാനോദയം എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ പ്രബുദ്ധത എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ 17th 18th സെഞ്ച്വറിയിൽ ആളുകളുടെ ചിന്തയിലും അവരുടെ മനോഭാവത്തിലും ഉണ്ടായ ഒരു മാറ്റത്തെയാണ് ഈ എൻലൈറ്റ്മെൻറ്റ് പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. എൻലൈറ്റ്മെൻറ്റ് എക്സ്പീരിയൻസ്ഡ് ഇൻ യൂറോപ്പ് ഡ്യൂറിങ് ദ ലേറ്റ് 17th and 18th century. 17-18 നൂറ്റാണ്ടുകളിലാണ് യൂറോപ്പിലുണ്ടായ ഒരു വിപ്ലവം. അതിനെ ജ്ഞാനോദയം എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഏജ് ഓഫ് റീസൺ. മറ്റൊരു പേരാണ് എൻലൈറ്റ്മെൻറ്റ് പീരീഡിന് അല്ലെങ്കിൽ ഈ ജ്ഞാനോദയ കാലഘട്ടത്തിന് പറയുന്നത്. അതായത് യുക്തിയുടെ യുഗം, ഏജ് ഓഫ് റീസൺ. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തെല്ലാം അറിവുകളാണ് അല്ലെങ്കിൽ എന്തെല്ലാം ചിന്തയിലുള്ള മാറ്റങ്ങളാണ് മനുഷ്യർക്കുണ്ടായത്? ഹ്യൂമാനിറ്റേറിയനിസം, അതായത് മനുഷ്യത്വം, മനുഷ്യന് പ്രാധാന്യം കൊടുക്കുന്നു. ഗ്രൂപ്പുകളേക്കാൾ കൂടുതൽ ആളുകൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം കൊടുക്കുന്നു. അതുപോലെ യുക്തിചിന്ത, റാഷണലിസം, ഓരോ വിഭാഗത്തിൻ്റെയും വംശത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആളുകളെ അടിമകളാക്കി വെച്ചിരിക്കുന്ന അങ്ങനെയുള്ള രീതികളിൽ നിന്നൊക്കെ മാറി യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം കൊടുത്തു. അതുപോലെ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ മതേതരത്വം, ഏത് മതത്തിനും ആ മതം സ്വീകരിക്കാനും അല്ലെങ്കിൽ അവിശ്വാസികൾക്ക് അത് ഫോളോ ചെയ്യാനുള്ള അവകാശം, അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. അതാണ് മതേതരത്വം. അല്ലെങ്കിൽ സ്റ്റേറ്റും മതവും 2 സ്ഥാപനമായി മാറി. ആൻഡ് സയൻറ്റിഫിക് തോട്ട്. ഇനി എന്ത് കാര്യമുണ്ടെങ്കിലും മതപരമായൊരു ചിന്തയായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. എല്ലാത്തിനെയും മതവുമായി കണക്ട് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. അതിൽ നിന്ന് മാറി ശാസ്ത്രീയമായ ചിന്ത ഉണ്ടായ കാലഘട്ടമാണ് ഇത്. അപ്പോൾ ഇവിടെ 4 പോയിൻറ്റ്സ് ആണ് എടുത്ത് 5 പോയിൻറ്റ്സ്. ഹ്യൂമാനിറ്റേറിയനിസം, റാഷണലിസം, സെക്കുലറിസം ആൻഡ് സയൻറ്റിഫിക് തോട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് എൻലൈറ്റ്മെൻറ്റ് പീരീഡ്. ഇനി ഇക്കാലഘട്ടത്തിലാണ് ശാസ്ത്രത്തിനും യുക്തിക്കും കൂടുതൽ പ്രാധാന്യം വന്നത്. ട്രഡീഷൻ, പണ്ട് കാലങ്ങളിലെ പാരമ്പര്യം അനുസരിച്ച് ആചാരമനുഷ്ഠിച്ചായിരുന്നു കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഇപ്പോൾ യൂറോപ്പിലാണ് ഈ ചിന്ത വന്നത്. എസ്റ്റേറ്റ് സമ്പ്രദായം, അതായിരുന്നു ഒരു സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്യുന്നത്. പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ, സാധാരണക്കാർ എന്ന രീതിയിലൊക്കെ. അതിൽ നിന്നൊക്കെ മാറി അവിടെ മനുഷ്യർക്ക് പ്രാധാന്യം കൂടുതൽ കൊടുത്തു പാരമ്പര്യത്തേക്കാൾ. ഇപ്പോൾ ശാസ്ത്രത്തിനും യുക്തിക്കുമാണ് ഈ കാലഘട്ടത്തിൽ പ്രാധാന്യം കൊടുത്തത്. അത് സാമൂഹ്യ മാറ്റം ഉണ്ടാക്കി. ഈ മാറ്റത്തെക്കുറിച്ച് പഠിക്കാൻ ഉണ്ടായ ഒരു ശാസ്ത്രമാണ് സോഷ്യോളജി. ഇനി മറ്റൊരു വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുമ്പോൾ 1789 ഫ്രാൻസിൽ നടന്ന രാജഭരണം അതിനെ അട്ടിമറിച്ചൊരു ജനാധിപത്യ ഭരണം സ്ഥാപിച്ചതാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്.
ഇത് സാമൂഹ്യ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അതായത് ഫ്രഞ്ച് റവല്യൂഷൻ്റെ ആശയങ്ങൾ എന്താണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ലിബർട്ടി, സ്വാതന്ത്ര്യം, ഈക്വാളിറ്റി, സമത്വം, ഫ്രറ്റേണിറ്റി, സാഹോദര്യം, ഇതൊക്കെയായിരുന്നു ബിക്കെയിം ദ വാച്ച് വേർഡ്സ് ഓഫ് ദ മോഡേൺ സ്റ്റേറ്റ്. ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ രാജഭരണം അവസാനിപ്പിച്ച ഒരു ജനാധിപത്യ ഭരണം വന്നപ്പോൾ അതിൻ്റെ ഒരു ആശയപരം പ്രത്യയവാക്കുകൾ അല്ലെങ്കിൽ ആശയപരമായ ചിന്തയാണ് ഇതൊക്കെ. ലിബർട്ടി, ഈക്വാളിറ്റി, ഫ്രറ്റേണിറ്റി എന്നുള്ളത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ് ആധുനിക ഭരണകൂടത്തിൻ്റെ ഐഡിയോളജി അല്ലെങ്കിൽ പ്രത്യയ വാക്കുകളായിട്ട് മാറിയത്. ഇപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ റേസ് ദി ഇൻഡിവിജ്വൽ ഫ്രീഡം. ഒരു ഗ്രൂപ്പുകൾക്കായിരുന്നു പണ്ട് പ്രാധാന്യം. ഒരു താഴ്ന്ന വിഭാഗക്കാരായ ഗ്രൂപ്പുകൾക്ക് യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. വ്യക്തികൾക്ക് ഒട്ടും തന്നെ അവർ വിലമതിച്ചിരുന്നില്ല. ഇവിടെ ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ വ്യക്തികൾക്ക് പ്രാധാന്യം സംഭവിച്ചു. ഇനി മൂന്നാമത്തെ വിപ്ലവം ഏതാണ്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം. എന്താണ് വ്യവസായ വിപ്ലവം? വ്യവസായ രംഗത്ത് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മെഷീൻ കൊണ്ടുള്ള പ്രൊഡക്ഷൻ ആരംഭിച്ചു. അതാണ് വ്യവസായ വിപ്ലവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിലാണ് ബ്രിട്ടനിലാണ് വ്യവസായ വിപ്ലവം ഉണ്ടായത്. 2 മെയിൻ ആസ്പെക്ട്. ഈ വ്യവസായ വിപ്ലവത്തിന് 2 പ്രധാന വശങ്ങളാണുള്ളത്. ഒന്ന്, സിസ്റ്റമാറ്റിക് ആപ്ലിക്കേഷൻ ഓഫ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ടു ഇൻഡസ്ട്രി. വ്യവസായത്തിന് ശാസ്ത്രീയ തത്വങ്ങളുടെ പ്രയോഗം എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക്കായിട്ട് മെഷീൻസിൻ്റെ പ്രവർത്തനം നടത്തിക്കുക, ഊർജ സ്രോതസ്സുകൾ, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്റ്റീം എഞ്ചിൻ ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ശാസ്ത്രീയമായ ചില തത്വങ്ങളുടെ വ്യവസ്ഥാപിത പ്രയോഗം എന്ന് പറഞ്ഞാൽ അത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തു. അതൊരു ഇൻഡസ്ട്രിയിൽ അത് പ്രയോഗിച്ചു. ഇതാണ് സിസ്റ്റമാറ്റിക് ആപ്ലിക്കേഷൻ ഓഫ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ടു ഇൻഡസ്ട്രി. പിന്നെ എന്ത് സംഭവിച്ചു? ഒരു സംഘടന വന്നു, പുതിയ സംഘടന. ആരുടെ? ലേബർ, മാർക്കറ്റ്, ഇതിൻ്റെയൊക്കെ തൊഴിൽ വിപണി എന്നിങ്ങനെയുള്ള വലിയ വലിയ സംഘടനകളുടെ വരവ്. ഇതാണ് വ്യവസായവൽക്കരണത്തിൻ്റെ ഒരു പ്രധാന വശങ്ങൾ. ഇൻ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ക്രിയേറ്റ് ദ ഡിമാൻഡ് ഫോർ ന്യൂ കൈൻഡ്സ് ഓഫ് നോളേജ്. വ്യവസായ വിപ്ലവം വന്നപ്പോൾ മെഷീൻസ് കണ്ടുപിടിക്കുന്നു. ഇനി ഓരോ സാങ്കേതികത, അത് എളുപ്പവഴി എന്താണെന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങി. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് കൂടുതൽ അറിവുകളുടെ ആവശ്യം വന്നത്. അപ്പോൾ ഡിമാൻഡ് ഫോർ ന്യൂ കൈൻഡ്സ് ഓഫ് നോളേജ്, ഓരോ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി. These 3 revolutions paved the way for the emergence of sociology. ഇത് വളരെ കീ പോയിൻ്റാണ് ഞാൻ ഈ കൊടുക്കുന്നത്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ നോട്ട്സും കൂടി ഒന്ന് പഠിക്കുക. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പോയിൻറ്റ്സൊക്കെ കട്ട് ഷോട്ട് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതൊന്ന് നിങ്ങളുടേതായ രീതിയിൽ ഇലാബറേറ്റ് ചെയ്താലേ നിങ്ങൾക്ക് കൂടുതൽ മാർക്കിനെ ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പോൾ ദീസ് 3 റെവല്യൂഷൻസ് പേവ് ദ വേ ഫോർ ദ എമർജൻസ് ഓഫ് സോഷ്യോളജി. അപ്പോൾ എമർജൻസ്, സോഷ്യോളജിയുടെ ആവിർഭാവത്തിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ 3 വിപ്ലവങ്ങളാണെന്ന് പറയണം. ആ വിപ്ലവങ്ങൾ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പോയിൻറ്റ്സ് കുറച്ചും കൂട്ടിയും ഒക്കെ എഴുതാം. ഇനി നമ്മളിവിടെ ഈ ചാപ്റ്ററിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റിനെ പരിചയപ്പെടുത്തുകയാണ്, പാശ്ചാത്യ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരെ. അപ്പോൾ അതിൽ ആദ്യം ഇവിടെ പരിചയപ്പെടുത്തുന്നത് കാൾ മാർക്സിനാണ്. അദ്ദേഹം ജനിച്ചത് ജർമ്മനിയിലാണ്, ബോൺ ഇൻ ജർമ്മനി. അദ്ദേഹത്തിൻ്റെ കൃതികൾ പലതുമുണ്ട്, എങ്കിലും നിങ്ങൾ നിർബന്ധമായും ഓർത്തിരിക്കേണ്ട 2 കൃതികളാണ് ദ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആൻഡ് ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന 2 കൃതികൾ. ഇനി കാൾ മാർക്സ് എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറയുന്നത് ഇന്നത്തെ മനുഷ്യ സമൂഹം പല കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നതാണെന്നാണ്. സമൂഹം മാർക്സ് ആർഗ്യൂഡ് ദാറ്റ് ഹ്യൂമൻ സൊസൈറ്റി ഹാസ് പ്രോഗ്രസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ്. ഇന്ന് കാണുന്ന ഈ ഘട്ടത്തിലേക്ക് എത്തിയത് മനുഷ്യ സമൂഹം വിവിധ ഘട്ടങ്ങളിലൂടെയാണ് എന്ന്. അക്കോർഡിംഗ് ടു ഹിം ദ പ്രോഗ്രഷൻ ഓഫ് ഹ്യൂമൻ സൊസൈറ്റി ഒക്കേർഡ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. അതായത് ഈ പുരോഗതി, ഈ പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ ഉയർന്നുയർന്ന് വരിക, ഇത്
പല സ്റ്റേജിലൂടെ നേടിയെടുത്തതാണ്. എവരി സൊസൈറ്റി മൂവ്സ് ഫ്രം വൺ സ്റ്റേജ് ടു അനദർ. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, അത് മനുഷ്യൻ ഗുഹാമനുഷ്യനായിട്ട് ഗുഹയിൽ ജീവിച്ചിരുന്ന മനുഷ്യർ, പിന്നീട് അവർ പതുക്കെ പതുക്കെ അവരൊരു ടെക്നോളജി കണ്ടെത്തി, ഒരു വീട് കെട്ടി കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി, വാഹനങ്ങൾ, ചക്രം കണ്ടുപിടിച്ചു. ഇങ്ങനെയുള്ള കാലഘട്ടം ഓരോന്നും തരണം ചെയ്താണ് ഇന്നുള്ള സമൂഹത്തിലേക്ക് എത്തിയത്. ഇനി അദ്ദേഹം പറയുന്ന കാലഘട്ടം ഏതാണ്? പ്രിമിറ്റീവ് കമ്മ്യൂണിസം. പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ പ്രാകൃത കമ്മ്യൂണിസം. ആ കാലഘട്ടത്തിൽ തൊഴിൽ വിഭജനമില്ലായിരുന്നു, ആളുകൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലായിരുന്നു, എല്ലാവരും ഒരേപോലെ വേട്ടയാടിയും ഒക്കെയാണ് ജീവിച്ചിരുന്നത്, കൂട്ടമായിട്ടാണ് ജീവിച്ചിരുന്നത്. അവർക്ക് സ്വകാര്യ സ്വത്തെന്ന് പറയാനൊന്നുമില്ല, കാട് എന്നൊക്കെ പറയുന്നത് പൊതു സ്വത്തായിരുന്നു. ഇതാണ് പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. രണ്ടാമത്, അതിൽ നിന്ന് ശക്തനായ മനുഷ്യൻ അവൻ വേട്ടയാടാനും അവൻ സഹായത്തിനായിട്ട് കുറേ ആൾക്കാരെ കൂടെ കൂട്ടുകയും അവരുടെ കയ്യിലെ അവൻ വേട്ടയാടി കിട്ടിയ വസ്തുക്കൾ കൊടുക്കുകയും അവരെ അടിമകളെ പോലെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ചെയ്തു. ഈ സിസ്റ്റത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ഒരു അടിമത്ത സമ്പ്രദായം, അതായത് അവിടെ അടിമ ഉടമ, അതായത് കായികമായി ശക്തി ഉള്ളവൻ അല്ലെങ്കിൽ അവൻ ഇത്തിരിയും കൂടെ നേതൃത്വമുള്ളവൻ മറ്റുള്ളവരെയൊക്കെ കീഴടക്കി വെക്കുന്ന ഒരു അടിമത്ത സമ്പ്രദായത്തിലേക്ക് മാറി. അതിനുശേഷം പിന്നെ ഫ്യൂഡലിസം, ജന്മി വ്യവസ്ഥ അല്ലെങ്കിൽ നാടുവാഴിത്തത്തിലേക്ക് വന്നു. അതായത് കുറച്ച് പേരുടെ കൈകളിൽ സ്വത്തുകൾ കൈവരുകയും അവരതടക്കി ഭരിക്കുകയും മറ്റുള്ളവർ ആ പുരയിടങ്ങളിൽ അല്ലെങ്കിൽ ആ കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്നവരായിട്ട് മാറി ഒരു നാടുവാഴികളുടെ കീഴിൽ ഉള്ള ഒരു ഇതായി മാറി. അതാണ് ഫ്യൂഡലിസം. അതിൽ നിന്നാണ് ഇന്നത്തെ അല്ലെങ്കിൽ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയാണ്, അതിനെ ക്രിറ്റിസൈസ് ചെയ്യുകയാണ് കാൾ മാർക്സ് ചെയ്തത്. മുതലാളിത്ത സമൂഹം എന്ന് പറഞ്ഞാൽ ചൂഷണം നിറഞ്ഞ സമൂഹമാണ്. അത് എല്ലാവരെയും നമ്മുടെ മാറ്റി നിർത്തുന്നു, പ്രകൃതിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു, തൊഴിലാളികളെ പരസ്പരം അകറ്റുന്നു ഡിവിഷൻ ഓഫ് ലേബറിലൂടെ. അതുപോലെ തന്നെ ചെയ്യുന്ന ഡിവിഷൻ ഓഫ് ലേബർ തന്നെ ഒരു ചെറിയ പണിയെ ഒരു വ്യക്തി ചെയ്യുന്നുള്ളൂ. ചെറിയ പണി എന്ന് ഉദ്ദേശിച്ചാൽ ആ ഒരു പാട്ട് ഉണ്ടാക്കുന്ന ജോലി, ഒരു ഭാഗം ഉണ്ടാക്കുന്ന ജോലി മാത്രമേ ആ വ്യക്തി ചെയ്യുന്നുള്ളൂ. മണിക്കൂറുകളോളം അതേ ജോലി തന്നെ ചെയ്യുന്നു. അപ്പോൾ എൻഡ് പ്രൊഡക്ട്സ്, ഉണ്ടാക്കുന്ന ഉൽപ്പന്നം എന്താണ് എന്ന് കാണാൻ പോലുള്ള ആ ഒരു ആഗ്രഹം പോലും സാധിക്കാതെ വരുന്നു. അതുകൊണ്ടാണ് ഏലിയനേഷൻ, അന്യവൽക്കരണം എന്ന് പറയുന്നത്. ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി വാസ് മാർക്ക്ഡ് ബൈ ദ പ്രോസസ് ഓഫ് ഏലിയനേഷൻ ഓപ്പറേറ്റിംഗ് അറ്റ് സെവറൽ ലെവൽ. അപ്പോൾ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ പ്രകൃതിയിൽ നിന്ന് ഏലിയനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവർ ഫാക്ടറികളിൽ 10 മണിക്കൂർ 12 മണിക്കൂർ അകത്ത് ജോലി ചെയ്യുന്നു. അവർക്ക് ഫ്രീ ആയി കിട്ടുന്ന രാത്രി സമയം അവരവിടെ തന്നെ കിടന്നുറങ്ങുന്നു. പിന്നെയും രാവിലെ, അങ്ങനെയുള്ള ഒരു ലൈഫായിരുന്നു ഇൻഡസ്ട്രിയലൈസേഷൻ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രകൃതിയുമായി ഇടപഴകാൻ സാധിക്കുന്നില്ല, അതിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നു. പരസ്പരം കാണാൻ പറ്റുന്നില്ല ആളുകളെ. കാരണം തൊഴിലിടങ്ങളെന്ന് പറയുന്നത് ഒരു ചെറിയ വിഭാഗം ആളുകൾ ഒരു വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. മറ്റുള്ളവരെ ആ ഫാക്ടറിയിൽ തന്നെ ചെയ്യുന്ന മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളെ പോലും കാണാൻ പറ്റുന്നില്ല. പിന്നെ അവർ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഉൽപ്പന്നം എന്താണെന്ന് പോലും അവർക്ക് കാണാൻ സാധിക്കില്ല. ഇതാണ് ക്യാപിറ്റലിസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ കാൾ മാർക്സ് ഇവിടെ പറയുന്നത് ക്യാപിറ്റലിസം മാറി സോഷ്യലിസം വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് വായിച്ചു വെച്ചേക്കുക. ഇനി ഇതിൽ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ സ്ട്രഗിളാണ്, വർഗസമരം. വർഗസമരം എന്ന കൺസെപ്റ്റ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് കാൾ മാർക്സ് ആണ്. അദ്ദേഹം പറയുന്നത് വി ക്യാൻ ചേഞ്ച് ദ സൊസൈറ്റി ഇൻ ഫ്യൂച്ചർ ത്രൂ ക്ലാസ് സ്ട്രഗിൾ. ഇന്ന് നിലനിൽക്കുന്ന സമൂഹത്തെ, അതായത് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയെ നമുക്ക് ഒത്തൊരുമയിലൂടെ ഒരു വിഭാഗം ആളുകൾ, വർക്കേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ വർഗം എന്ന് ഉദ്ദേശിക്കുന്നത്, വർക്കിംഗ് ക്ലാസ്, അവരെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് കോൺഷ്യസ് അല്ലെങ്കിൽ ഒരു ക്ലാസ് കോൺഷ്യസ്നെസ് ഉണ്ടെങ്കിൽ ഒത്തുചേരുകയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുകയും ചെയ്താൽ അവർക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ മാർക്സ് ആർഗ്യൂഡ് ദാറ്റ് വി ക്യാൻ ചേഞ്ച് ദ സൊസൈറ്റി ഇൻ ഫ്യൂച്ചർ ത്രൂ ക്ലാസ് സ്ട്രഗിൾ. നമുക്ക് ഇങ്ങനെയുള്ള വർഗസമരത്തിലൂടെ മാത്രമേ സമൂഹത്തെ മാറ്റാൻ കഴിയുള്ളൂ എന്ന് കാൾ മാർക്സ് അഭിപ്രായപ്പെടുന്നു. ഇനി ആസ് ദ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ചസ്,
Conflict develop between different classes which result in struggle. മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപാദനം നടത്തുന്നവർ അല്ലെങ്കിൽ സംരംഭകർ എന്ന് പറഞ്ഞാൽ ഫാക്ടറി ഓണേഴ്സ്. അപ്പോൾ രണ്ട് ക്ലാസ് അവിടെ വന്നു. ഫാക്ടറി ഓണേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ബൂർഷാസി എന്നാണ് വിളിക്കുന്നത്. അതുപോലെ വർക്കിംഗ് ക്ലാസ്സിനെ പ്രോലിട്രേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് ആളുകളുടെയും ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്. മുതലാളിക്ക് എന്താണ്, ഫാക്ടറി ഓണേഴ്സിനെ ഇവരെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിച്ചിട്ട് കുറച്ച് ശമ്പളം കൊടുത്തിട്ട് കൂടുതൽ ലാഭമുണ്ടാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ വർക്കിംഗ് ക്ലാസ്സിന് എന്താ താല്പര്യം, അവർ ചെയ്യുന്ന ജോലിക്ക് അവർക്ക് ന്യായമായ കൃത്യമായ ജോലി തരണം, അല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കിട്ടണം. ഇതൊക്കെയാണ് അവരുടെ. അപ്പം ഇത് തമ്മിലൊരു ക്ലാസ്സുകൾ തമ്മിൽ അവരുടെ താല്പര്യങ്ങൾ തമ്മിൽ പൊരുത്തക്കേട് വരികയും അവിടെ തമ്മിലൊരു സ്ട്രഗിൾ, ഇടർച്ച എന്ന് പറഞ്ഞാൽ ഒരു കോൺഫ്ലിക്റ്റിന് കാരണമാകുന്നു. ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകണമെങ്കിൽ ഗ്രൂപ്പ് മുഴുവൻ ഒന്നിച്ച് നിൽക്കണം, ഒരു ക്ലാസ് മുഴുവൻ എല്ലാവരും തന്നെ ഒരേപോലെ ചിന്തിക്കണം. അതിനെയാണ് വർഗബോധം അല്ലെങ്കിൽ ക്ലാസ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ വർഗബോധം ഒരാൾക്കോ രണ്ടാൾക്കോ ഉണ്ടായാൽ പോരാ, ആ ഗ്രൂപ്പ് മുഴുവൻ ഒറ്റക്കെട്ടായി നിന്ന് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയാൽ മാത്രമേ മാറ്റമുണ്ടാകുകയുള്ളൂ എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. അപ്പോൾ ക്ലാസ് കോൺഷ്യസ്നെസ് ലീഡ് ടു ക്ലാസ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ വർക്കിംഗ് ക്ലാസ്സും മുതലാളിമാരും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ്, ബൂർഷാസി ക്ലാസ്സും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ആ കോൺഫ്ലിക്റ്റിൻ്റെ അനന്തരഫലമായിരിക്കും മാറ്റം. വിച്ച് ക്യാൻ ലീഡ്സ് ടു ദ ഓവർത്രോ ഓഫ് ഡോമിനൻറ്റ് ഓർ റൂളിംഗ് ക്ലാസ് ബൈ ദ പ്രീവിയസ്ലി സബോർഡിനേറ്റഡ് ക്ലാസ്. ദാറ്റ് ഈസ് കോൾഡ് എ റെവല്യൂഷൻ. അതായത് അടിച്ചമർത്തപ്പെട്ട ആളുകൾ അവർ ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി സംഘർഷത്തിലെത്തുകയും അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും അല്ലെങ്കിൽ ആ ഭരണവർഗത്തെ അട്ടിമറിക്കുകയും ചെയ്യുമ്പോഴാണ് നാം വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ വിപ്ലവം എന്നുള്ള വാക്ക് നമുക്ക് കാൾ മാർക്സ് ഇതിലൂടെ നൽകി. ഇനി കാൾ മാർക്സിൻ്റെ കോൺട്രിബ്യൂഷൻ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ പറയേണ്ടത്. അദ്ദേഹം പറയുന്നത് നമ്മളുടെ ഈ സൊസൈറ്റി പോയത് 4 സ്റ്റേജിലൂടെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയം എന്ന് പറഞ്ഞാൽ ക്ലാസ് സ്ട്രഗിളാണ്. അദ്ദേഹം ക്യാപിറ്റലിസത്തിനെ അല്ലെങ്കിൽ അത് എക്സ്പ്ലോയിറ്റിംഗ് സമ്പ്രദായമാണ് എന്ന് പറഞ്ഞ് വിമർശിക്കുകയാണ് ചെയ്തത്. ഇത്രയും കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം ബാക്കി പോയിൻറ്റ്സുകൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്ത് പഠിക്കാൻ അത് പോകുവാൻ. ഇനി എമിൽ ഡർക്കീമാണ് മറ്റൊരു വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ്. അദ്ദേഹം ഫ്രാൻസിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഡിവിഷൻ ഓഫ് ലേബർ, തൊഴിൽ വിഭജനം, ആത്മഹത്യ, സൂയിസൈഡ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. ഇനി അദ്ദേഹത്തിൻ്റെ സാമൂഹ്യശാസ്ത്രം എന്നാൽ എന്ത്, സാമൂഹ്യശാസ്ത്രത്തെക്കുറിച്ച് ഡർക്കീമിൻ്റെ കാഴ്ചപ്പാട് പലപ്പോഴും ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദ വിഷൻ ഓഫ് ഡർക്കീം അബൌട്ട് സോഷ്യോളജി? അപ്പോൾ പറയുമ്പോൾ നിങ്ങൾ ഈ പോയിൻറ്റ്സുകൾ പറയാം. അദ്ദേഹം പറയുന്നത് മറ്റ് സയൻസസിൽ നിന്ന് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പ്രതിപാദ്യ വിഷയം, അതായത് സാമൂഹ്യശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന വിഷയം വ്യത്യസ്തമാണ്. ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് സോഷ്യോളജി വാസ് ഡിഫറെൻറ്റ് ഫ്രം അതർ സയൻസസ്. എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. ഇനി പൊതുവായിട്ട് കുറച്ച് കാര്യമുണ്ട് മറ്റ് സയൻസ് ചെയ്യുന്ന പോലെ തന്നെ. ലൈക്ക് ദ അതർ നാച്ചുറൽ സയൻസ്, സോഷ്യോളജി വാസ് ആൻ എംപിരിക്കൽ സബ്ജക്റ്റ്. ഇനി മറ്റ് നാച്ചുറൽ ശാസ്ത്രങ്ങൾ ചെയ്യുന്നത് പോലെ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ അത് കണ്ട് അനുഭവിച്ച് മനസ്സിലാക്കി മാത്രമേ സോഷ്യൽ ഫാക്റ്റ്, സാമൂഹ്യ വസ്തുതകൾ നൽകുകയുള്ളൂ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ലൈക്ക് ദ അതർ നാച്ചുറൽ സയൻസസ്, സോഷ്യോളജി വാസ് ആൻ എംപിരിക്കൽ സബ്ജക്റ്റ്. കാരണം എന്താണ്, സോഷ്യൽ ഫാക്റ്റ് വസ്തുത മാത്രമാണ്, അല്ലാതെ അവിടെ ഊഹാപോഹങ്ങളോ അങ്ങനെയുള്ള മിത്തുകളോ മിസ്റ്ററീസോ അതൊന്നുമല്ല. അത് വെളിപ്പെടുത്തുകയാണ് തെളിവിൻ്റെയും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ. മറ്റു നാച്ചുറൽ സയൻസസ് ചെയ്യുന്നത് പോലെ സാമൂഹ്യശാസ്ത്രവും ഒരു അനുഭവ വിഷയമാണ്, സാമൂഹ്യ വസ്തുതകളുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ പോയിന്റ്. ഇനി ഇദ്ദേഹം പറയുന്നത് എംപിരിക്കൽ ഡാറ്റ, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം കണ്ടെത്തിയ ഒരു ഡാറ്റയെക്കുറിച്ചാണ് പറയുന്നത്. സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. ദ മോസ്റ്റ് ഫേമസ് എക്സാമ്പിൾ ഓഫ് ഹിസ് യൂസ് ഓഫ് ന്യൂ കൈൻഡ് ഓഫ് എംപിരിക്കൽ ഡാറ്റ ഈസ്
ഇൻ ഹിസ് സ്റ്റഡി ഓഫ് സൂയിസൈഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. മറ്റൊരു വിഷയമാണ് അദ്ദേഹത്തിൻ്റെ ഡിവിഷൻ ഓഫ് ലേബർ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഡിവിഷൻ ഓഫ് ലേബർ എന്നാൽ എന്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു വർക്ക് പല ഭാഗങ്ങളായിട്ട് മുറിച്ചിട്ട് അതിലൊരു ഭാഗം മാത്രം ഒരാളെ ഏൽപ്പിക്കുന്നു, അദ്ദേഹം അതിൽ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ ഈസ് ദ സ്പെഷ്യലൈസേഷൻ ഓഫ് വർക്ക് ടാസ്ക് ബൈ മീൻസ് ഓഫ് വിച്ച് ഡിഫറെൻറ്റ് ഓക്യുപ്പേഷൻസ് ആർ കമ്പൈൻഡ് വിതിൻ എ പ്രൊഡക്ഷൻ സിസ്റ്റം. ഒരു ഉൽപാദന വ്യവസ്ഥയിൽ പല തൊഴിലുകൾ അതിങ്ങനെ സംയോജിപ്പിക്കുകയാണ്. ഓരോ തൊഴിലും വളരെ സ്പെഷ്യലൈസായ അത് വിദഗ്ധരെ ഏൽപ്പിച്ചു അങ്ങനെ കൊണ്ടുപോകുന്നതിനെയാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റാണ് സോളിഡാരിറ്റി. സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ ഐക്യം. ഐക്യം എന്ന് പറയുമ്പോൾ ഹി ആർഗ്യൂഡ് ദാറ്റ് while a primitive society was organized according to mechanical solidarity. അദ്ദേഹം പറയുന്നത് പ്രാകൃത സമൂഹത്തിൽ കാണുന്നത് ഒരു യാന്ത്രിക ഐക്യമാണ്. അതായത് അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു, കാരണം സമാന ചിന്താഗതിയുള്ളവരാണ്, ഒരേപോലുള്ള ജീവിതം നയിക്കുന്നവരാണ്, അവർ പരസ്പരം തിരിച്ചറിയാവുന്നവരാണ്. അപ്പോൾ എണ്ണത്തിൽ കുറവുള്ള ആളുകളായിരിക്കും അവർ. അപ്പോൾ ഇങ്ങനെയുള്ള മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറയുമ്പോൾ അത് കാണുന്നത് ചെറിയ ജനസംഖ്യയുള്ള വിഭാഗത്തിലെ ട്രൈബൽസിൻ്റെയോ അല്ലെങ്കിൽ റൂറൽ പീപ്പിള്, ഗ്രാമീണ സമുദായത്തിൻ്റെ ഒക്കെയാണ്. കാരണം അവരെ വ്യക്തിപരമായ ബന്ധമാണ് ഉള്ളത്. അവിടെ അതിൽ നിന്ന് ആ ഐക്യത്തിൽ നിന്ന് മാറിപ്പോവുകയാണെങ്കിൽ അത് ശിക്ഷാർഹമാണ്. അവർക്ക് ആ മാനദണ്ഡങ്ങളൊക്കെ ലംഘിച്ചാൽ അവർ ഗുരുതരമായി ശിക്ഷിക്കപ്പെടും. എന്നാൽ ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ ഐക്യം അവിടെ സ്വമേധയാൽ ഉണ്ടാകുന്നില്ല. യാന്ത്രികമായ ഐക്യം അവിടെ ഉണ്ടാകാനായിട്ട് അവർ തമ്മിൽ പരസ്പരം അറിയുന്നില്ല, ഒരുപാട് എണ്ണത്തിൽ കൂടുതലുണ്ട്. അപ്പോൾ അവിടെ യാന്ത്രിക ഐക്യം ഉണ്ടാകുന്നില്ല. ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരൈക്യമാണ്. അത് മോഡേൺ സൊസൈറ്റി അതിന് ഉദാഹരണമാണ് ഓർഗാനിക് സോളിഡാരിറ്റിക്ക്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് ആളുകളുണ്ട്, ആളുകളെ തമ്മിൽ തിരിച്ചറിയുന്നില്ല. അവിടെയുള്ളത് പരസ്പരം ഇൻ്റർഡിപ്പെൻഡൻസ് ആണ്. നമുക്ക് പരസ്പരം ആശ്രയിക്കണം, അവരുടെ സഹായം ഉണ്ടെങ്കിലേ നമുക്കും കൂടി ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു ഐക്യമുണ്ടാക്കിയെടുക്കുന്നു. അതാണ് ഓർഗാനിക് സോളിഡാരിറ്റി, ജൈവ ഐക്യദാർഢ്യം എന്ന് പറയുന്നത്. ആധുനിക സമൂഹത്തിൽ സിമിലർ വ്യൂസ് ഉള്ളവരെ അവരെല്ലാവരും കൂടി ചേർന്ന് അവരുടെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കുന്നു. ഇതാണ് ആധുനിക സമൂഹത്തിലെ ഉള്ള അസോസിയേഷൻ. അത് ഓർഗാനിക് സോളിഡാരിറ്റിക്ക് ഉദാഹരണമാണ്. ഇനി അടുത്തത് മൂന്നാമത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ് മാക്സ് വെബറാണ്. അദ്ദേഹം ജർമ്മനിയിൽ ജനിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന പോയിൻറ്റ്സൊക്കെയാണ് പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്കൊക്കെ. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന ഒരു കോൺട്രിബ്യൂഷനാണ് സോഷ്യൽ ആക്ഷൻ എന്നാൽ സാമൂഹ്യ പ്രവർത്തനം. ഇനി പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്സും ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം, പിന്നെ അതുപോലെ ബ്യൂറോക്രസി, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ. അപ്പം ഇനി സോഷ്യൽ ആക്ഷൻ എന്നുള്ളത് ഇദ്ദേഹം പറയുന്നത് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ സബ്ജക്റ്റ് മാറ്ററാണ് സോഷ്യൽ ആക്ഷൻ. പലപ്പോഴും ചോദിക്കാറുണ്ട് ആരാണ് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ സബ്ജക്റ്റ് മാറ്റർ സോഷ്യൽ ആക്ഷൻ എന്ന് പറഞ്ഞത്. ഇപ്പോൾ അവിടെ മാക്സ് വെബർ എന്നാണ് ഉത്തരം കൊടുക്കേണ്ടത്. അപ്പോൾ സോഷ്യൽ ആക്ഷനാണ് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പ്രധാന വിഷയമെന്നാണ് മാക്സ് വെബർ വിശ്വസിച്ചത്. ഇനി ആക്ഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? അവിടെ പ്രവൃത്തിയുണ്ട്, ഒരു സാഹചര്യമുണ്ട്, അവിടെ ഒരു മാർഗമുണ്ട്, ആ പ്രവൃത്തി ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളൊരു മാർഗമുണ്ട്, ആൻഡ് എൻസ് ഉണ്ട്, ലക്ഷ്യമുണ്ട്. അപ്പോൾ അതുപോലെ മറ്റൊരു പോയിൻ്റ്, അദ്ദേഹം സോഷ്യോളജിയെ ഇൻ്റർപ്രറ്റീവ് സോഷ്യോളജി, വ്യാഖ്യാന സോഷ്യോളജി, അദ്ദേഹം അത് വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? അതിൽ അദ്ദേഹം പറയുന്നത് മനുഷ്യരുടെ പ്രവൃത്തി ഇൻക്ലൂഡഡ് ഓൾ ഹ്യൂമൻ ബിഹേവിയർ, എല്ലാ പെരുമാറ്റങ്ങളും അർത്ഥവത്താണ്, മീനിങ് ഫുള്ളാണ്. അപ്പോൾ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനൊരർത്ഥം ഉണ്ടാവും. ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുകയാണ്. അയാൾ സംസാരിക്കുമ്പോൾ അതൊരു മൈക്ക് വെച്ചിട്ട് ഒരു പൊതുവഴിയിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നു അത് പ്രസംഗിക്കുകയാണ്. വേറൊരാൾ ഒരു ക്ലാസ് റൂമിൽ നിന്നാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ പറയും ടീച്ചറാണ്.
അപ്പോൾ ഓരോരുത്തർക്കും നമുക്ക് ഓരോ സോഷ്യൽ ആക്ഷനും അർത്ഥമുണ്ട്. അതുപോലെ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് സോഷ്യൽ ആക്ഷൻ, അപ്പോൾ നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്ക് 2 മെത്തേഡ് ഉണ്ട്. സാമൂഹ്യ പ്രവർത്തനം അതെന്താണ് ആ ചെയ്യുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ 2 മെത്തേഡാണ് വെബർ ചൂണ്ടിക്കാണിക്കുന്നത്, നിർദ്ദേശിക്കുന്നത്. അതിലൊന്നാണ് എംപത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ്, അതായത് സഹാനുഭൂതി, മറ്റുള്ളവരുടെ വികാരം മനസ്സിലാക്കാനുള്ള കഴിവ്. അതാണ് ഒരു ധാരണ, നമുക്കതെന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്. രണ്ടാമത്തേത് ഐഡിയൽ ടൈപ്പ്, അതാണ് സൊസൈറ്റിയുടെ ആദർശ മാതൃക, അവരിങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. അതൊന്നും മനസ്സിലാക്കിയാൽ ഈ 2 രീതികളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എംപത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ അത് സിമ്പതി, നോട്ട് ഓൺ സിമ്പതി ബട്ട് ഓൺ എംപതി. എംപതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ നമ്മൾ ഫീലിംഗ് ആണ് നമ്മളുടേത്. സിമ്പതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതിയാണ്. പക്ഷെ അതല്ല, അതെന്താണ് എന്നുള്ള നമ്മുടെ ഫീലിങ്സാണ്, വികാരത്തോടെയാണത്, സഹാനുഭൂതിയോടെയല്ല. ഇനി എംപത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മളത് ശരിക്കും സോഷ്യോളജിസ്റ്റ് മനസ്സിലാക്കണം. സോഷ്യോളജിസ്റ്റ് അത് റെക്കോർഡ് ചെയ്യണം. സബ്ജക്റ്റീവ് മീനിങ് ആൻഡ് മോട്ടിവേഷൻ ഓഫ് ദ സോഷ്യൽ ആക്ടർ. ആ ഒരു വ്യക്തി അതെന്താണ് ചെയ്യുന്നത്, അതെന്തായിരിക്കാം അത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ആ വ്യക്തി ചെയ്യുന്നത് എന്താണ്, എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലാക്കാനുള്ള എംപത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ്, മറ്റുള്ളവരുടെ വികാരം മനസ്സിലാക്കാനുള്ള കഴിവ് ആർക്ക് വേണം? സോഷ്യോളജിസ്റ്റിന് വേണം. അപ്പോൾ എംപത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ് റിക്വയർഡ് ദ സോഷ്യോളജിസ്റ്റ് to faithfully record the subjective meaning and motivation of social actors without allowing his or own personal beliefs and opinion to influence in the process in any way. അതായത് ഒരു പ്രവൃത്തി കാണുമ്പോൾ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തി എന്തുകൊണ്ടാണ് അത് അങ്ങനെ പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം അത് ചെയ്യാൻ. എന്ന് മാത്രമല്ല, തങ്ങളുടേതായ പേഴ്സണൽ വിശ്വാസങ്ങളും അഭിപ്രായങ്ങളും കടന്നുകൂടാൻ പാടില്ല അതിനെ വിലയിരുത്തുന്നതിൽ. അപ്പോൾ അവിടെ വിലയിരുത്തൽ വേണ്ട, അവിടെ എന്താണ് നടക്കുന്നത് എന്ന് അതേപോലെ തന്നെ അത് മനസ്സിലാക്കി എഴുതിയാൽ മതി, റെക്കോർഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഒരു തരത്തിലും സ്വാധീനിക്കാൻ പാടില്ല, വ്യക്തിപരമായ വിശ്വാസങ്ങളും അഭിപ്രായങ്ങളും ഒന്നും സ്വാധീനിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ പ്രവൃത്തി ആത്മനിഷ്ഠമായ അർത്ഥങ്ങളും എന്തുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കി വിശ്വസ്തയോടെ രേഖപ്പെടുത്തേണ്ടത്. അതാണ് എംപത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ്. ഇനി ചുരുക്കി പറയുകയാണെങ്കിൽ സോഷ്യോളജിസ്റ്റ് were meant to describe, സോഷ്യോളജിസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഒരു കാര്യം, ഒരു വ്യക്തിയുടെ സോഷ്യൽ ആക്ഷൻ, സാമൂഹ്യ പ്രവൃത്തി കാണുമ്പോൾ അതെന്താണ് ചെയ്യുന്നത് എന്ന് വിവരിക്കുക. നോട്ട് ജഡ്ജ്, അവരെ വിലയിരുത്തുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദ സബ്ജക്റ്റീവ് ഫീലിംഗ് ഓഫ് അതേഴ്സ്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ വിലയിരുത്തി അതിങ്ങനെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കാമെന്ന് അങ്ങനെയുള്ള ഒരു ധാരണ കൊടുക്കാൻ പാടില്ല. അത് വ്യക്തമായി അറിഞ്ഞിട്ട് അതെന്താണ് എന്ന് കൊടുക്കാനേ പാടുള്ളൂ. വെബർ കോൾ ദിസ് കൈൻഡ് ഓഫ് ഒബ്ജക്റ്റിവിറ്റി, അപ്പോൾ വസ്തുനിഷ്ഠമാണ്, അവിടെ ഒരു കളവുമില്ല, അവിടെ നടന്നത് എന്താണ്, അവിടെ എന്താ സംഭവിച്ചതെന്ന് വസ്തുനിഷ്ഠമായി തന്നെയാണ് സോഷ്യോളജിസ്റ്റ് റെക്കോർഡ് ചെയ്യേണ്ടത്. അതിൽ ഇവിടെ സോഷ്യോളജിസ്റ്റിൻ്റെ വിചാരം, ചിന്തകൾ ഒന്നും തന്നെ കടന്നിട്ടുമില്ല. അതുകൊണ്ട് ഇവിടെ എന്താ പറയേണ്ടത്? വാല്യൂ ന്യൂട്രാലിറ്റി. അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ അത് മോശമല്ലേ, അങ്ങനെയുള്ള യാതൊരു വിലയിരുത്തലും ഇല്ലാതെ ചെയ്യുന്നതിനെയാണ് മൂല്യനിഷ്പക്ഷത എന്ന് പറയുന്നത്. അപ്പോൾ മൂല്യനിഷ്പക്ഷത എന്നുള്ള വാക്ക് മാക്സ് വെബറിൻ്റെയാണ്, വാല്യൂ ന്യൂട്രാലിറ്റി. ഇനി വാല്യൂ ന്യൂട്രാലിറ്റി കഴിഞ്ഞിട്ട് ഇനി മറ്റൊരു മെത്തഡോളജിക്കൽ ടൂളാണ് സോഷ്യോളജിക്ക് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത്, ആദർശ മാതൃക, ഐഡിയൽ ടൈപ്പ്. ഓരോ സൊസൈറ്റിക്കും ആ സൊസൈറ്റിക്ക് അവർ പിന്തുടരുന്ന ഒരു മാതൃകയുണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ചാണ് ഓരോ സമൂഹവും അനുയോജ്യമായ തരമാണ്, അതിനെയാണ് ആദർശ മാതൃക എന്ന് പറയുന്നത്. ഇനി ആൻ ഐഡിയൽ ടൈപ്പ് ഈസ് എ ടൂൾ ഡിസൈൻ ടു അനലൈസ് ദ സോഷ്യൽ റിയാലിറ്റി. അതായത് അതെന്താണ് സാമൂഹ്യ വസ്തുത, അതിനെ മനസ്സിലാക്കാൻ, വിശകലനം ചെയ്യുവാനുള്ള ഒരു ടൂള് അല്ലെങ്കിൽ ഉപകരണം എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ആദർശ മാതൃക. ഇനി he used the ideal type to illustrate the 3 types of authority. അപ്പോൾ അതോറിറ്റി, അധികാരം എന്ന ടോപ്പിക്കിനെ
വിശദീകരിക്കാനായിട്ട് അല്ലെങ്കിൽ അത് വിവരിക്കാൻ വേണ്ടി ഇവിടെ മാക്സ് വെബർ അദ്ദേഹത്തിൻ്റെ ആദർശ മാതൃക എന്നുള്ള രീതി ഉപയോഗപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം 3 തരം സമൂഹ അധികാരമുണ്ട് എന്ന്, 3 രീതിയിലുള്ള അധികാര കൈമാറ്റമുണ്ട് എന്ന് അദ്ദേഹം വിവരിച്ചു. അതിലൊന്ന് ട്രഡീഷണൽ അതോറിറ്റി. അപ്പോൾ അധികാരം പിതാവിൽ നിന്ന് പുത്രനിലേക്ക് ഇങ്ങനെ കൈമാറ്റം ചെയ്യുന്ന ഒരു ഉണ്ടായിരുന്നു. ഇപ്പോഴും പല ട്രൈബൽസിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. കാരണം നമ്മളുടെ ഉൾക്കാടുകളിലൊക്കെയാണ് അങ്ങനെയുള്ള ആദിവാസി പ്രാകൃത മനുഷ്യരൊക്കെ താമസിക്കുന്നത്. അവരുടെ ഇടയിൽ ഇപ്പോഴും അങ്ങനെയുള്ളത് ഉണ്ട് എന്ന് പറയുന്നു. ഇനി ട്രഡീഷണൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ആചാരമാണ്, പിതാവിൽ നിന്ന് പുത്രനിലേക്ക് അധികാരം കൈമാറുക. പണ്ടുകാലത്ത് രാജാക്കന്മാർ അങ്ങനെയായിരുന്നു, അവരുടെ മൂത്ത മകനായിരുന്നു അധികാരം കൈമാറുന്നത്. അതുപോലെ ആദിവാസി വിഭാഗങ്ങളും അങ്ങനെ തന്നെയാണ് പിന്തുടർന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് അതോറിറ്റി കരിസ്മാറ്റിക് അതോറിറ്റിയാണ്. അവിടെ ലീഡറായിട്ട് വരുന്ന വ്യക്തിക്ക് വളരെയധികം ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കും, ഒരു മാസ്മരീക ശക്തി എന്ന് പറയാൻ വേണമെങ്കിൽ കഴിവുകൾ ഉള്ള വ്യക്തിയാണ്. അവരെയാണ് നമ്മൾ കരിസ്മാറ്റിക് നേതാക്കന്മാരെന്ന് പറയുന്നത്. അതായത് അവർക്ക് പ്രസംഗിക കലയിൽ വളരെയധികം നൈപുണ്യമുണ്ടായിരിക്കും. അവർ പറയുന്നത് കേട്ട് അവരെ ആകർഷിച്ച് ആളുകൾ കൂട്ടത്തോടെ അവരുടെ പിന്നാലെ ചെല്ലും. അപ്പോൾ കരിസ്മാറ്റിക് ലീഡർ എന്ന് പറഞ്ഞാൽ ആർ ഇൻഡിവിജ്വൽ ഹൂ യൂസ് ദെയർ പേഴ്സണാലിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. അവരുടെ വ്യക്തിത്വത്തിലാണ്, വ്യക്തിപ്രഭാവത്തിൽ ആകൃഷ്ടരായാണ് ആളുകൾ അവരുടെ പിന്നാലെ പോകുന്നത്. അങ്ങനെയുള്ള കരിസ്മാറ്റിക് ലീഡർ നമുക്ക് മഹാത്മാഗാന്ധിയെ പറയാം. അതുപോലെ തന്നെ നമുക്ക് പലരെയും ഉദാഹരണം എടുക്കാം. എങ്കിലും ഏറ്റവും അനുയോജ്യമായ 2 ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്: ഹിറ്റ്ലർ, ജീസസ് ക്രൈസ്റ്റ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് അതോറിറ്റിയാണ് റാഷണൽ ആൻഡ് ലീഗൽ അതോറിറ്റി. മോഡേൺ സൊസൈറ്റിയിൽ യുക്തിപരമായ അല്ലെങ്കിൽ നിയമപരവുമായ അധികാരം. അവിടെ ഇലക്ഷനാണ്, നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നു, യുക്തിക്ക് നിരക്കുന്ന രീതിയിലാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിയമങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിയന്ത്രണങ്ങളാണ് ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നത്. അപ്പോൾ 3 ടൈപ്സ് ഓഫ് അതോറിറ്റിയാണ് അദ്ദേഹം ഐഡിയൽ ടൈപ്പിലൂടെ, അദ്ദേഹം ആദർശ മാതൃക എന്ന ടൂളിലൂടെ സോഷ്യോളജിസ്റ്റ് വിലയിരുത്തണം എന്ന് പറയുന്നത്. അതുപോലെ ഇന്നത്തെ മോഡേൺ സൊസൈറ്റിയുടെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ, അതായത് ലീഗൽ സൊസൈറ്റിയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ലേറ്റസ്റ്റ് സൊസൈറ്റിയുടെ ഒരു പ്രത്യേകതയാണ് കാര്യങ്ങൾ നടത്തുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമാണ്, ബ്യൂറോക്രസി. ആധുനിക കാലത്ത് ഇത് നിന്നിരുന്നു എന്ന് പറയേണ്ട, നിൽക്കുന്നു. അപ്പോൾ ബ്യൂറോക്രസിയാണ് അതിനെ, ഉദ്യോഗസ്ഥ വൃന്ദത്തിലൂടെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇനി എന്താണ് ബ്യൂറോക്രസി? ബ്യൂറോക്രസീസ് ആർ ഫോമൽ ഓർഗനൈസേഷനാണ്, ഉണ്ടാക്കിയെടുത്ത ഔദ്യോഗിക സംഘടനയാണ്. വിച്ച് ഡിവൈഡ് ദെയർ ആക്ടിവിറ്റീസ്, അവരുടെ പ്രവർത്തനങ്ങൾ, ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനങ്ങൾ തരംതിരിച്ചു കൊടുക്കുന്നു. ഓരോരുത്തർക്കും ഓരോ ഉദ്യോഗസ്ഥർ സ്ഥാനങ്ങൾ കൊടുക്കുന്നു. നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ തിരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ അതനുസരിച്ച് അവരുടെ റാങ്ക് അനുസരിച്ച് ശമ്പളം കൊടുക്കുന്നു. ഓരോരുത്തരും ചെയ്യേണ്ട ജോലികളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ഇങ്ങനെയുള്ള ഒരൊറ്റ വലിയ വൃന്ദത്തിനെയാണ് ഉദ്യോഗസ്ഥ വൃന്ദമെന്ന് അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ഇനി ദേ ആർ ഓൾസോ അറേഞ്ച്ഡ് ഇൻ എ ഹൈറാർക്കി ഓഫ് പവർ. അവർക്കും അധികാരം എന്ന് പറയുമ്പോൾ ഉയർന്നതും താഴ്ന്നതുമായ ഒരു ശ്രേണിയുണ്ട്. ഇനി പൊതുവായിട്ട് നമുക്ക് ഇറ്റ് ഹാവ് സർട്ടൺ ഫീച്ചേഴ്സ്. ഇതിനൊക്കെ പല സവിശേഷതകളുണ്ട്. ഓരോ ജോലിക്കും എന്താണ് ചെയ്യേണ്ടത്, ഉത്തരവാദിത്തങ്ങളും എല്ലാം ഉണ്ട്. ഫങ്ഷനിങ് ഓഫ് ഒഫീഷ്യൽ, അതുപോലെ ഉദ്യോഗസ്ഥർ എന്താ ചെയ്യേണ്ടത്, അവരുടെ പ്രവർത്തന മേഖലകളുണ്ട്. ഹൈറാർക്കിക്കൽ ഓർഡറിങ് ഓഫ് പൊസിഷൻ, ഓരോ സ്ഥാനങ്ങൾ, ഉയർന്ന സ്ഥാനം, താഴ്ന്ന സ്ഥാനം, അങ്ങനെയുള്ള പൊസിഷൻസ് ഉണ്ട്. പിന്നെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും പോകുന്നത് രേഖാമൂലമുള്ള സ്രോതസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ റിലയൻസ് ഓൺ റിട്ടൺ ഡോക്യുമെൻറ്റ്സിലെ ആശ്രയിച്ചിട്ടാണ് അവിടെ പ്രവൃത്തികൾ നടക്കുന്നത്. അതുപോലെ ഓഫീസ് മാനേജ്മെൻ്റ് ഉണ്ട്. കാലത്ത് ഇത്ര സമയത്ത് തുറക്കുക, അവിടെ നിന്നുള്ള പരിപാടികൾ, കാര്യങ്ങളെല്ലാം നടത്തുക, വൈകുന്നേരം. അപ്പോൾ ഓഫീസിൽ നടത്തേണ്ട ജോലികൾ ഒക്കെ ഉണ്ട്. അതുപോലെ ഓഫീസ് കണ്ടക്റ്റ് ഇൻ ഓഫീസ് എന്ന് പറഞ്ഞാൽ അവിടെ ഓഫീസിൽ നടത്തുക എന്നാണ്
ഇവിടെ തെറ്റായി കൊടുത്തിരിക്കുന്നത്. അവിടെ ഓഫീസിലുള്ള പെരുമാറ്റം എന്ന് നിങ്ങൾ തിരുത്തി എഴുതണം കേട്ടോ. അതുപോലെ തന്നെ ഫിക്സഡ് സാലറി അക്കോർഡിംഗ് ടു ദ റാങ്ക്. അതുപോലെ ഓരോരുത്തരുടെയും റാങ്ക് അനുസരിച്ച്, പദവി അനുസരിച്ചാണ് അവരുടെ ശമ്പളം. അപ്പോൾ ഇതാണ് പോയിൻറ്റ്സ്. ഒരു ചെറിയ മാർക്കിനാണെങ്കിൽ ഇത് കൊടുത്താൽ മതി. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നല്ല വലിയ ഒരു 6 മാർക്കിനൊക്കെ ആണെങ്കിൽ താഴത്തെ ഇത്തിരിയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫങ്ഷനിങ് ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവിടെ അവർക്ക് ഫിക്സഡ് ഏരിയ ഓഫ് ഒഫീഷ്യൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ഗവൺ ബൈ റൂൾ. അവർക്ക് തോന്നിയ പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ അഡ്മിനിസ്ട്രേറ്റീവ് റെഗുലേഷനുകളൊക്കെ ഉണ്ട്. അവരെന്തൊക്കെ ചെയ്യാം, ഏത് ജോലി വരെ അവർക്ക് ചെയ്യാം, ഔദ്യോഗിക അധികാര പരിധി വരെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറമുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ റെഗുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഫിക്സഡ് വേ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു പതിവ് പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും. അതനുസരിച്ച് ഓരോരുത്തർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ ഡ്യൂട്ടീസൊക്കെ അവർ ഫുൾഫിൽ ചെയ്യുന്നത് റെഗുലർ ബേസിസാണ്. ഡെയിലി അത് ചെയ്യണം. ഓൺലി ദോസ് ഹൂ ഹാവ് ദ റിക്വസിറ്റ് ക്വാളിഫിക്കേഷൻ ടു പെർഫോം ദം ആർ എംപ്ലോയിഡ്. ആ ജോലി ഏൽപ്പിക്കുന്നത് ഒരു പ്രത്യേക യോഗ്യതയുള്ളവർക്ക് മാത്രമാണ്. അത് നിയമപരമായി തന്നെയായിരിക്കും അവർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തേത് ഹൈറാർക്കിക്കൽ ഓർഡറിങ് ഓഫ് പൊസിഷൻ പറയുമ്പോൾ അതോറിറ്റി ആൻഡ് ഓഫീസ് ആർ പ്ലേസ്ഡ് ഓൺ ഗ്രേഡഡ് ഹൈറാർക്കിയിലാണ്. അവിടെ ഹയർ ഓഫീഷ്യൽ സൂപ്പർവൈസ് ചെയ്യും താഴ്ന്ന ഓഫീസറെ. അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയായി നടക്കുന്നുണ്ടോ, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ വഴക്ക് പറയുകയും ഒക്കെ ചെയ്യും. ഹൈറാർക്കിക്കൽ ഓർഡറിങ് ഓഫ് പൊസിഷൻ അലൗ സ്കോപ്പ് ഓഫ് അപ്പീൽ ടു ഹയർ ഒഫീഷ്യൽ. ഇപ്പോൾ താഴ്ന്ന ഒരു ഓഫീസറിൻ്റെ വശത്തുനിന്ന് എന്തെങ്കിലും മോശമായ പ്രവൃത്തികളോ അല്ലെങ്കിൽ അപാകതകളോ ഉണ്ടെങ്കിൽ അത് ഉയർന്ന ഓഫീസറിൻ്റെ ശ്രദ്ധയിൽ പെടുത്താം. അങ്ങനെയുള്ള അതനുസരിച്ച് അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കും. അതുപോലെ റിലയൻസ് ഓൺ റിട്ടേൺ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകളൊക്കെ തോന്നിയ പോലെയൊന്നും അല്ല ജോലി ചെയ്യുന്നത്. അവർക്ക് കിട്ടിയിരിക്കുന്ന റിട്ടേൺ ഡോക്യുമെൻറ്റ്സ് ഫയലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതനുസരിച്ചാണ് അവർ റെക്കോർഡ് ചെയ്ത് എല്ലാം ചെയ്ത് വെക്കുന്നത്. ഓഫീസ് മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ഓഫീസിന് പ്രത്യേക പരിശീലനം സിദ്ധിച്ചവരും പ്രഗത്ഭരുമായ ഉദ്യോഗസ്ഥരാണ് ആ ഓഫീസ് മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഫീസിലെ പെരുമാറ്റം എന്ന് പറയുമ്പോൾ അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചാണ്. തോന്നിയ പോലെയൊന്നും ആയിരിക്കില്ല. അവിടെ സമ്പൂർണ്ണ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചാണ്. അപ്പോൾ അവരുടെ റാങ്ക് അനുസരിച്ച് നിശ്ചിത ശമ്പളം. ഇപ്പോൾ ഇത് 6 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ബ്യൂറോക്രസിയിൽ പലപ്പോഴും ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആണത്. These rules and regulations have legal recognition. Officials can be held accountable. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥർക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തി അവർക്ക് ന്യായം മുതിർന്ന ഉദ്യോഗസ്ഥരുടെ അടുത്ത് ന്യായം സമർപ്പിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വളരെയധികം ശ്രദ്ധിച്ച് ആണ് അവർ ചെയ്യേണ്ടത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാൽ സമാധാനം പറയേണ്ടി വരും. അപ്പോൾ ഇതാണ് വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ് എന്ന പാഠത്തിൽ ഇത്രയും ഭാഗം നിർബന്ധമായും നിങ്ങൾ പഠിച്ചിരിക്കുക. ഇനി 10ാമത്തെ ചാപ്റ്ററുമായി ഉടനെ എത്താം. താങ്ക് യു.